കല്യാണ പല്ലക്ക്. ഗായു, എന്താ പറ്റിയത്? വാതിൽ തുറക്ക്. മഹേഷ് വാതിലിൽ ശക്തിയായി തട്ടിക്കൊണ്ട് ഗായത്രിയെ ഉറക്ക വിളിച്ചു. നിറഞ്ഞ മിഴികളാൽ ഗായത്രി മെല്ലെ വാതിൽ തുറന്നു. ഒരു വേള തനിക്ക് തൊട്ടു മുമ്പിൽ നിൽക്കുന്നവളുടെ മുഖം കണ്ടതും മഹേഷിന്റെ നെറ്റിയിലും വരകൾ വീണു. എന്താ ഗായു, എന്താ പറ്റിയത്? താൻ എന്തിനാ കരഞ്ഞത്? ഒന്നിനു പിറകെ ഒന്നായി മഹേഷ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഗായത്രി മറുപടിയൊന്നും പറയാതെ നേരെ നടന്നു വന്ന് അവന്റെ നെഞ്ചിലേക്ക് വീണു. ശേഷം അവനെ ഇറുക്കിപ്പുണർന്ന് പൊട്ടിക്കരഞ്ഞു. പെട്ടെന്നൊരു നിമിഷം കാര്യം എന്തെന്നറിയാതെ മഹേഷിന് വെപ്രാളം കൂടി. എടോ, എന്താ പറ്റിയത്? അവൻ അവളുടെ തലയിൽ തലോടി മെല്ലെ തന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു പിടിച്ച അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു. കണ്ണ് നിറഞ്ഞു വിങ്ങിയിട്ട് അവൾക്ക് കാര്യം പറയാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൾ ചുരുട്ടിപ്പിടിച്ച ഉള്ളം കൈ നിവർത്തി കാണിച്ചതും ആ കൈക്കുള്ളിൽ ഒരു ചെറിയ സ്ട്രിപ്പുണ്ടായിരുന്നു. മഹേഷ് ഞെട്ടലോടെ ഗായുവിന്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ഒന്നുകൂടി സൂക്ഷിച്ച് ആ സ്ട്രിപ്പിലേക്ക് തന്നെ നോക്കിയപ്പോഴാണ് കണ്ടത് അതിൽ തെളിഞ്ഞു നിൽക്കുന്ന 2 വരകൾ. വിശ്വാസം വരാതെ അവൻ അവളുടെ മുഖം കൈക്കുമ്പിളിൽ കോരിയെടുത്തു. സത്യാണോ? അവൻ ചോദിച്ചപ്പോ നിറഞ്ഞു തൂവിയ കണ്ണുകൾ ചിമ്മി തുറന്നുകൊണ്ട് ഗായു തലയനക്കി. എന്റെ ഈശ്വര! ദൈവത്തെ വിളിച്ചുകൊണ്ടവൻ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നെറുകയിൽ അമർത്തി ചുംബിച്ചു. ഗായു മഹേഷിന്റെ വിറയ്ക്കുന്ന കൈയെടുത്ത് അവളുടെ വയറിനോട് ചേർത്ത് പിടിച്ചു. നമ്മുടെ ജീവന്റെ തുടിപ്പ് ഇവിടെ ഇവിടെ മിടിച്ചു തുടങ്ങിയിട്ടുണ്ട് മഹിയേട്ട. അത് പറഞ്ഞപ്പോ അവളുടെ അധരങ്ങൾ വിറകൊണ്ടു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ഗായുവിന്റെ മുഖത്ത് ഇപ്പോഴും എക്സൈറ്റ്മെന്റ് ആണ്. നമുക്കിത് എല്ലാവരോടും പറയണ്ടേ? അവൾ അതീവ സന്തോഷത്തോടെ അവനോട് ചോദിച്ചു. പറയാൻ വരട്ടെ, ആദ്യം ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്യണം, അതിനുശേഷം പറഞ്ഞാൽ മതി. അല്പമൊന്ന് ആലോചിച്ചപ്പോ ഗായുവിന് തോന്നി അതാണ് ശരിയെന്ന്. അതേ സമയം തന്നെയായിരുന്നു താഴെ നിന്ന് മഹിമ അവരെ ഉറക്ക വിളിച്ചത്. മഹി, ഗായു, രണ്ടാളും താഴേക്കൊന്നു വരുവോ? അപ്പച്ചിമാര് പോകാനിറങ്ങി നിൽക്കുന്നു. എടോ, അപ്പച്ചിമാര് പോകാനിറങ്ങിയെന്ന് തൽക്കാലം ആരോടും ഒന്നും പറയണ്ട. താൻ വേഗം മുഖം ഒന്ന് തുടയ്ക്ക്. പറഞ്ഞുകൊണ്ട് മഹേഷ് സ്വന്തം മുഖവും അമർത്തി തുടച്ചു. കണ്ണാടിയിൽ നോക്കി ഓക്കെ അല്ലേന്ന് പരസ്പരം ഉറപ്പുവരുത്തിക്കൊണ്ട് രണ്ടുപേരും പതിയെ താഴേക്കിറങ്ങി. മഹേഷ് ഗായത്രിയുടെ ഒരു കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ട്. മക്കളെ, ഞങ്ങൾ ഇറങ്ങുവാട്ടോ. അപ്പച്ചിമാർ ഗായുവിനെ തൊട്ടും തലോടിയിൽ നിന്ന് പറയുന്നുണ്ട്. രണ്ടാളും കൂടി ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്നു വരൂ. കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വന്നിട്ട് പോയതല്ലാണ്ട് നിങ്ങൾ രണ്ടാളും പിന്നെ ആ ഭാഗത്തേക്ക് കണ്ടിട്ടില്ല. വരാ അപ്പച്ചി, ജോലിയുടെ തിരക്കൊക്കെ കാരണോ? മഹേഷ് പറഞ്ഞു. അങ്ങനല്ല, ഞാൻ വിളിച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് സമയം ഒക്കുമ്പോൾ വന്നാൽ മതി. പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും ഇറങ്ങി. മാധവനാണ് കാറും എടുത്ത് അവരെ കവലവരെ കൊണ്ടാക്കി കൊടുത്തത്. മാധവൻ പോയിട്ട് തിരികെ വരുമ്പോഴേക്കും സിറ്റൗട്ടിലെ സോപാനത്തിലിരുന്ന് എല്ലാവരും വർത്താനം പറയുന്നുണ്ട്. മഹേഷ് കാര്യമായ ആലോചനയിലാണ്. എന്ത് കാരണം പറഞ്ഞ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങും? അപ്പോഴാണ് മഹിമയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ദീപക്കട്ടനാണല്ലോ വിളിക്കുന്നേ. മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് മഹിമ ഫോൺ എടുത്തത്. മഹിമേ, എന്താ ഏട്ടാ? എടോ, UK നമ്മുടെ ഉമ്മച്ചെറിയമ്മയും ഫാമിലിയും വന്നു. കേട്ടപ്പോൾ മഹിമയ്ക്ക് സന്തോഷം തോന്നി. 2 വർഷം കൂടിയാണ് അവർ നാട്ടിൽ വരുന്നത്. എപ്പോഴാ ഏട്ടാ വന്നത്? ഇതാ കുറച്ചു മുമ്പ്. ഞാൻ അങ്ങോട്ടേക്ക് വരുവാ നിന്നെ മക്കളെയും കൂട്ടാന്. ചെറിയമ്മയൊക്കെ നാളെ രാവിലെ ചെറിയച്ഛൻ്റെ തറവാട്ടിലേക്ക് പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരൂന്ന്. അവർക്ക് കണ്ണനെയും മീണുവിനെയും കാണാൻ കൊതിയാവുന്നത്രേ. അതിനെന്താ ഏട്ടാ, ഏട്ടൻ പെട്ടെന്നോ, ഞങ്ങൾ റെഡിയായി നിൽക്കാം. മഹിമ അതീവ സന്തോഷത്തോടെ ഫോൺ വെച്ചു. എന്താ മോളെ? അവളുടെ മുഖത്തെ സന്തോഷം കണ്ടതും ഗീത ചോദിച്ചു. ദീപക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്നിടവിടാതെ ഗീതയോടായി പറഞ്ഞു മഹിമ. ഷോ, അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ പോവാണോ? പോണോ അമ്മേ, കുട്ടികളെ കാണാനാ അവര് ധൃതി വെച്ച് വന്നത്. മറുപടിയായി ഒന്ന് മൂളിയതേ ഉള്ളു ഗീത. മഹിമ കണ്ണനെയും മീനാക്ഷിയും കൂട്ടി മുറിയിലേക്ക് പോയി. ഗീതയുടെ മുഖത്തെ സങ്കടം. എത്ര ദിവസം കൂടിയാ കുട്ടികളൊന്നിങ്ങോട്ട് വന്നത്? അവർ സങ്കടപ്പെട്ടു. സാരമില്ലമ്മേ, അവരിനി അടുത്ത അവധിക്ക് ഇങ്ങ് വരുമല്ലോ. ഗായു അവരെ സമാധാനിപ്പിക്കും പോലെ പറഞ്ഞു. ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. പറഞ്ഞുകൊണ്ട് ഗായു ഇരുന്നിടത്തുനിന്ന് എണീറ്റു. മഹി അവളെ ഒരു പുരിക ഉയർത്തി. കാര്യം എന്താണെന്നൊക്കെ തിരക്കുന്നുണ്ട്. അടുക്കളയിൽ ചെന്ന് വെള്ളം എടുത്ത് കുടിച്ചത് മാത്രമേ ഗായത്രിക്ക് ഓർമ്മയുള്ളൂ. കണ്ണിലൂടെ ഒരു ഇരുട്ട് മിന്നി മാഞ്ഞുപോയി. പാതി കുടിച്ച ഗ്ലാസും വെള്ളവും താഴേക്ക് വീണു. മഹേഷ് ശബ്ദം കേട്ട് വെപ്രാളത്തോടെ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റോടി. പിന്നാലെ മഹിമയും ഗീതയും എല്ലാവരും ഉണ്ട്. മഹേഷ് ഓടിച്ചെല്ലുമ്പോൾ കാണുന്നത്
സ്ലാബിൽ മുറുക്കി പിടിച്ച് കണ്ണുകൾ ഇറുക്കിയടിച്ച് ആടിക്കൊഴിഞ്ഞു നിൽക്കുന്ന ഗായുവിനെയാണ്. അവൾ നിലത്തേക്ക് വീഴുന്ന അവസ്ഥയെത്തിയതും മഹി ഓടിച്ചെന്ന് അവളെ വാരി പിടിച്ച് തന്റെ നെഞ്ചിലേക്ക് ചേർത്തണച്ചു. എന്താ ഗായു, എന്തു പറ്റി? അവൻ അവളുടെ കവിളിത്തട്ടി ചോദിക്കുന്നുണ്ട്. ഗായത്രിക്ക് കണ്ണുകൾ രണ്ടും മേലോട്ട് മറിഞ്ഞു പോകും പോലെ തോന്നി. ഗീത വല്ലാത്തൊരു അമ്പരപ്പിൽ നിൽക്കുവാണ്. എന്താ മോനെ, ഗായുമോക്ക് എന്തു പറ്റി? ഗീത ചോദിച്ചപ്പോഴേക്കും മഹേഷ് ഇരു കൈകളിലും ഗായത്രിയെ കോരിയെടുത്തുകൊണ്ടുവന്ന് സെറ്റിയിലേക്ക് കിടത്തി. മുഖത്തൽപ്പം തണുത്ത വെള്ളം തളിച്ചു. അതിനുശേഷമാണ് ഗായത്രി കണ്ണു ചിമ്മി തുറന്നത്. ഗായു, എന്താടാ പറ്റിയത്? അത് പിന്നെ വെള്ളം കുടിക്കാൻ ചെന്നപ്പോ എനിക്ക് പെട്ടെന്ന് തല ചുറ്റും പോലെ തോന്നി. ഒപ്പം തലവേദനയും. പെട്ടെന്നാണ് കണ്ണിലേക്ക് ഇരുട്ട് കയറിയത്. ഷോ, ഇതിപ്പോ മോൾക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുന്നുണ്ടല്ലോ. മുൻപൊക്കെ ഗായു തലവേദനയാണെന്ന് പറയുമ്പോൾ ഞാൻ കരുതിയത് രാത്രിയിലൊക്കെ ഉറക്കമളിച്ച് പഠിച്ചതുകൊണ്ടാണെന്നാ. ഇതിപ്പോ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ദിവസങ്ങളായല്ലോ. എന്തായാലും വെച്ചോണ്ടിരിക്കണ്ട മഹേഷേ. അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന മഹിമ പറഞ്ഞു. അതേ മോനെ, നീ മോളെ ഒന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോ. തുടക്കത്തിൽ കാണിച്ചാ പെട്ടെന്നങ്ങ് മാറും. ഗീതയും പറയുകയാണ്. ശരിയമ്മേ, പറഞ്ഞുകൊണ്ട് അവർ രണ്ടാളും പോകാനായി ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവാനായിട്ട് മുകളിലേക്ക് പോയി. ആ സമയത്ത് ദീപക് വന്നു. ഗായുവും മഹിമയും താഴേക്ക് വരുമ്പോൾ ദീപക് ഹോളിലുണ്ട്. മഹേഷിനെ കണ്ടതും അവൻ അടുത്തു വന്നിരുന്ന് കുറച്ചു സമയം സംസാരിച്ചു. പിന്നെ അധികം വൈകും മുമ്പേ മഹിമയും കുട്ടികളും പോകാൻ ഇറങ്ങി. ഗീതയ്ക്കാണ് സങ്കടം. കണ്ണിൻ്റെയും മീനുവിൻ്റെയും കവളിൽ മാറി മാറി മുത്തി ഗീത. പോയിട്ട് വരാമേ. ഗായു, മഹി, നിങ്ങൾ ഇനി നിന്ന് താമസിക്കണ്ട, നിങ്ങളും ഇറങ്ങിക്കോ. ശരി ചേച്ചി, മഹേഷ് മഹിമയോട് പറഞ്ഞു. അവരുടെ കാറ് മുറ്റം വിട്ടകന്നതും ഗീത കണ്ണീര് തുടച്ചു മാറ്റി. യാത്ര പറഞ്ഞുകൊണ്ട് മഹിയും ഗായും ഹോസ്പിറ്റലിലേക്കും തിരിച്ചു. ഹോസ്പിറ്റലിലേക്കുള്ള യാത്രയിൽ ഗായു വല്ലാത്തൊരു ടെൻഷനിലാണ്. ഇന്നോളം ഇല്ലാത്തൊരു വെപ്രാളവും പരവേശവും അവളെ പിടികൂടി. അവൾ ശ്വാസമൊന്ന് ആഞ്ഞെടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ കോമ്പൗണ്ടിലേക്ക് കാലെടുത്തു വെച്ചു. ഡോക്ടർ സൂസൻ മാത്യുവിൻ്റെ മുമ്പിലിരിക്കുവാണ് ഗായു മഹേഷും. പറയൂ ഗായത്രി. ഡോക്ടർ, എനിക്ക് പീരിയഡ്സ് ഡിലേ ആയിട്ടിപ്പോൾ 2 വീക്സ് കഴിഞ്ഞു. ഓക്കെ, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞിട്ടിപ്പോൾ എത്ര നാളായി? 6 മന്ത്സ്. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയോ? നോക്കി ഡോക്ടർ, പോസിറ്റീവായിട്ടാണ് കാണിച്ചത്. അതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് നടത്താം. ശരി ഡോക്ടർ. ഡോക്ടർ പറഞ്ഞത് പ്രകാരം ഗായും മഹിയും ലാബിൽ പോയി ബ്ലഡ് ഒക്കെ കൊടുത്തു. ലാബിൽ നിന്ന് നേഴ്സ് 2 അവേഴ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ലാബിന് പുറത്തിട്ടിരിക്കുന്ന ചെയറിൽ കാത്തിരിക്കുകയാണ് ഗായുവും മഹേഷും. സത്യം പറഞ്ഞാൽ ഞാൻ എക്സാമിന് പോലും ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല കേട്ടോ. ഗായു ഇടം കണ്ണിട്ട് മഹിയെ നോക്കി പറഞ്ഞു. അപ്പോൾ ഞാനും. തൽക്കാലം താൻ ടെൻഷനൊന്നും ആവണ്ട. എനിക്ക് തോന്നുന്നു റിസൾട്ട് പോസിറ്റീവ് ആവുമെന്ന്. ഞാനും കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു തൻ്റെ വല്ലായ്മയൊക്കെ. 2 മണിക്കൂർ കണ്ണടച്ചു തുറന്ന വേഗത്തിൽ പോയി. ഡോക്ടറുടെ ക്യാബിൻ്റെ മുമ്പിൽ നേഴ്സ് ഗായത്രിയുടെ പേര് ഉറക്ക വിളിച്ചത്. ഗായത്രിയും മഹേഷ് പരസ്പരം ഒന്ന് മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ഡോക്ടർ റൂമിലേക്ക് ചെന്നു. അവരെ നോക്കി പുഞ്ചിരിയോടെ ഇരിക്കുവാണ് ഡോക്ടർ. കൺഗ്രാറ്റ്സ്. ഡോക്ടറുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് ഗായുവിൻ്റെയും മഹിയുടെയും ഉള്ളിൽ ആഹ്ലാദത്തിൻ്റെ വിത്ത് വിതച്ചു. ഗായുവിനാണെങ്കിൽ സന്തോഷം കൊണ്ട് കണ്ണൊക്കെ ഇപ്പം നിറയുന്ന അവസ്ഥയാണ്. ഏയ് കൂൾ ഗായത്രി, ഒരു കാര്യം ചെയ്യ്. നാളെ ഡീറ്റെയിൽ ആയിട്ടൊരു സ്കാനിങ് നടത്താം. അതല്ല മറ്റെവിടെയെങ്കിലും കാണിക്കാനാണെങ്കിൽ നാളെ തന്നെ സ്കാൻ ചെയ്യണം കേട്ടോ. അധികം താമസിപ്പിക്കണ്ട. ശരി ഡോക്ടർ, താങ്ക് യു. പറഞ്ഞുകൊണ്ട് ഇരുവരും പുറത്തേക്ക് ഇറങ്ങി. പാർക്കിങ്ങിലെത്തിയപ്പോൾ മഹി പരിസരം പോലും മറന്ന് ഗായുവിനെ ഇറക്കി പിണർന്നുകൊണ്ട് അവളുടെ കവളിൽ അതരങ്ങൾ അമർത്തി. പോസിറ്റീവാണെന്ന് സ്ട്രിപ്പ് നോക്കി കണ്ടതാ. എന്നാലും എന്തൊക്കെയോ പേടി. ഡോക്ടർ പറഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണല്ലോ എന്ന് അവനോർത്തു. തനിക്ക് എന്താ വേണ്ടത്? എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ? അവൻ അതീവ സന്തോഷത്തോടെ ചോദിച്ചു. തൽക്കാലം എനിക്കൊന്നും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. അത് പറഞ്ഞാൽ പറ്റില്ല. എങ്കിൽ പിന്നെ മഹിയേട്ടന് ഇഷ്ടമുള്ളത് എന്തെങ്കിലും വാങ്ങി തന്നാൽ മതി. ഓക്കെ, ഡൺ. പറഞ്ഞുകൊണ്ട് മഹി കാറെടുത്തു. അവരുടെ കാറ് നേരെ ചെന്ന് നിന്നത് സ്വീറ്റ്സും നട്ട്സും ഒക്കെ കിട്ടുന്ന ഒരു ഷോപ്പിന്റെ മുൻപിലാണ്. താനിവിടെ ഇരിക്കുക, ഞാൻ പോയി വാങ്ങിയിട്ട് വരാം. അവളുടെ ക്ഷീണം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി മഹി അരുമയായി പറഞ്ഞു. ശരി മഹിയേട്ട. പറഞ്ഞുകൊണ്ട് ഗായു സീറ്റിലേക്ക് തലചാരി കണ്ണുകളടച്ച് അതേ കിടപ്പ് കിടന്നു.
ഷോപ്പിനുള്ളിലേക്ക് കയറിയ മഹി എവിടുന്ന് വാങ്ങി തുടങ്ങണം, എന്തൊക്കെ വാങ്ങണം എന്നുപോലെ ഒരു ഊഹം ഉണ്ടായിരുന്നില്ല. അവന്റെ കണ്ണിൽ കണ്ട സാധനങ്ങളെല്ലാം കുറേയേറെ തന്നെ വാരിക്കൂട്ടിയവൻ. ഒപ്പം കുറച്ചധികം സ്വീറ്റ്സും, പിന്നെ ഗായുവിന് വേണ്ടി ഒരു ഡയറി മിൽക്കും. അവൾക്ക് ഏറെ പ്രിയപ്പെട്ട ചോക്ലേറ്റാണിത്. ഇടയ്ക്കൊന്ന് കണ്ണു തുറന്ന് ഗായു കാണുന്നത് 2 കൈ നിറച്ച് സാധനങ്ങളുമായി വരുന്ന മഹിയെയാണ്. മഹിയേട്ടന് കട മുഴുവൻ വാങ്ങിയോ? മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് കണ്ണിൽ അത്ഭുതം നിറച്ചാണ് അവൾ ചോദിക്കുന്നത്. അവൻ കവറിൽ കിടന്ന സിൽക്കെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അത് വാങ്ങാനായി ഗായു കൈനീട്ടിയത് മഹി അവളുടെ കൈവെള്ളയിലേക്ക് ഒന്ന് ചുംബിച്ചു. ഐ ലവ് യു പറഞ്ഞുകൊണ്ട് ചോക്ലേറ്റ് അവൾക്ക് കൊടുത്തു. ഗായുവിന്റെ മുഖത്ത് ചുവപ്പ് രാശി പടർന്നു. മഹിയുടെ കണ്ണുകളെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തെ നേരിടാനാവാതെ കൊണ്ട് മിഴികൾ ഇറുക്കിയടച്ച് മുഖം കുനിച്ച് ഗായു മാഷിനെ അമ്മയും വിളിച്ചു പറ. ശോ, അച്ഛനോടും അമ്മയോടും ഇത് പറയാൻ എനിക്ക് വല്ലാത്തൊരു ചമ്മല് തോന്നുന്നു. ഗായു ചിരിയോടെ പറഞ്ഞതും അതേ ചിരി മഹേഷിന്റെ അതിരങ്ങളിലും വ്യാപിച്ചു. എങ്കിൽ പിന്നെ വീട്ടിൽ ചെന്നിട്ട് വിളിക്കാം. അവരുടെ കാറ് വീട്ടുമുറ്റത്തേക്ക് വന്ന് കയറുമ്പോൾ സന്ധ്യയ്ക്ക് കത്തിക്കാനുള്ള വിളക്കൊരുക്കമാണ് ഗീത. ചിരിയോടെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന ഗായുവിനെ കണ്ടതും ഗീത വിളക്കും തട്ടവുമെല്ലാം തുളസിത്തറയിലേക്ക് വെച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് വന്നു. എന്താ മോളെ, ഡോക്ടർ എന്തു പറഞ്ഞു? തലവേദനയ്ക്കുള്ള മരുന്ന് തന്നു. ഇല്ലമ്മേ, മരുന്നൊന്നും തന്നില്ല. അതെന്താ മരുന്ന് തരാഞ്ഞേ? മോൾക്ക് പറയാറുന്നില്ലേ തലവേദനയുണ്ടെന്ന്? ഞാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറയുവാ ഈ അസുഖത്തിന് പ്രത്യേകിച്ചങ്ങനെ മരുന്നൊന്നും ഇല്ലെന്ന്. ഗായു എങ്ങും തൊടാതെ പറഞ്ഞു നിർത്തിയപ്പോൾ ഗീതയുടെ മുഖത്ത് മൊത്തത്തിൽ സംശയം. നീ ഒന്ന് തെളിച്ചു പറ മോളെ. ഇന്ന് കണ്ണനും മീനൂട്ടിയും പോയപ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത വിഷമായിരുന്നില്ലേ? അതെ, പക്ഷെ അതും ഇതും തമ്മിൽ എന്തു ബന്ധം? പറയട്ടെ, അവരെപ്പോഴും ഇവിടെ നിൽക്കുന്നില്ലെന്നല്ലേ അമ്മയുടെ പരാതി? അതെ, എന്റെ കൊച്ചുമക്കളെ കണ്ണു നിറച്ച് കാണാൻ എനിക്ക് ആഗ്രഹമില്ലേ? ഗീത പരിഭവം പറഞ്ഞു. എന്നാലേ ഇനി അമ്മയ്ക്ക് സ്ഥിരമായിട്ട് കണ്ണു നിറച്ച് കാണാൻ ഒരാള് വരുന്നുണ്ട് ഇവിടേക്ക്. ആര്? പെട്ടെന്ന് ഗീത ചോദിച്ചു. ആരാണെന്നറിയെങ്കിൽ ഒരു 10 മാസം വെയിറ്റ് ചെയ്യണം. ഗായു ഒരു ഇളം ചിരിയോടെ പറഞ്ഞു നിർത്തിയതും ഗീത വിശ്വാസം വരാതെ മഹിയും ഗായത്രിയും മാറി മാറി നോക്കി. ശരിക്കും? ഒരു കൈ ഗായുവിന്റെ കവിളിലേക്ക് വെച്ച് മറുകൈ വയറിലേക്കും ചേർത്തുകൊണ്ട് അവർ ചോദിച്ചു. അതേ നൃത്തത്തിൽ ഗായു തലകുലുക്കിയതും ഗീത അവളെ ഇറുക്കി പുണർന്നുകൊണ്ട് ഇരു കവിളിലും മാറി മാറി ചുംബിച്ചു. സത്യമാണോ മോളെ പറഞ്ഞത്? അതെ അമ്മേ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തലചുറ്റലും തലവേദനയൊക്കെ വരുന്നതേ ഇവിടെ ഒരാൾ വരവറിയിച്ചതിൻ്റെ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്റെ ദേവി, നീ എന്റെ പ്രാർത്ഥന കേട്ടു. ഗീത നെഞ്ചിലേക്ക് കൈവച്ച് കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചു. മഹേഷേ, വേണുമാഷോടും ശ്യാമളയോടും പറഞ്ഞോടാ? ഗീത പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ചോദിച്ചു. ഇല്ലമ്മേ, മാഷിനോടൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഗായുവിനോട് പറഞ്ഞതാ. അപ്പോൾ ഇവൾക്ക് ചമ്മലാണത്രേ. മഹേഷ് പറഞ്ഞതും ഗായത്രി അവനെ കണ്ണ് കൂർപ്പിച്ചു നോക്കി. അതൊന്നും കുഴപ്പമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം ശ്യാമളയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഗീത ഗായത്രിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് വന്നു. മഹേഷ് 2 കയ്യിലുള്ള സ്വീറ്റ്സുമായി അവിടേക്ക് ചെന്നു. ഗീത തന്നെയാണ് സ്വീറ്റ്സൊക്കെ പൊട്ടിച്ച് അതിൽ നിന്ന് അല്പം മധുരനുള്ളി ഗായുവിന്റെ നാവിലേക്ക് വെച്ചു കൊടുത്തത്. ഇനി ഞാൻ എല്ലാവരെയും ഒന്ന് വിളിച്ചു പറയട്ടെ. അവരടുക്കളയിലേക്ക് നടന്നു. ഓവന്റെ മുകളിലിരുന്ന ഫോണെടുത്ത് ശ്യാമളയെ കോൾ ചെയ്തുകൊണ്ട് അടുക്കളപ്പള്ളിയിലിരുന്നു. ഹലോ ഗീത ചേച്ചി, എന്തുണ്ട് വിശേഷം? ഇവിടെ വലിയൊരു വിശേഷമുണ്ട് ഗീ. ശ്യാമളെ, ഇവിടെയെന്ന് പറയാൻ പറ്റില്ല, അവിടെ ഇവിടെ എല്ലാവർക്കും ഇതൊരു വിശേഷം തന്നെയാ. എന്താ ചേച്ചി കാര്യം? ശ്യാമള ആകാംക്ഷയെ ചോദിച്ചു. നമ്മുടെ ഗായുവിന് വിശേഷമുണ്ട്. ശരിക്കും? ശ്യാമളയ്ക്ക് അത്ഭുതം. അതെ ശ്യാമളെ, പിള്ളേരിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കൺഫേം ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ഫോൺ കൊണ്ടുപോയി ഗായുവിന് കൊടുക്കട്ടെ? ഒന്ന് കൊടുത്തേ ചേച്ചി, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ. ഗീത ഫോണുമായി ഹോളിലേക്ക് വന്നു. ഗായു, ഇതാ അമ്മയാ പറയുന്നതോടൊപ്പം തന്നെ ഫോൺ അവർക്കടുത്തേക്ക് നീട്ടിക്കഴിഞ്ഞ് ഗീത. ഹലോ അമ്മേ. സന്തോഷമായി മോളെ അമ്മയ്ക്ക്. നാളെ തന്നെ അമ്മയും അച്ഛനും കൂടി അവിടേക്ക് വരാട്ടോ. അച്ഛൻ എവിടെ അമ്മേ? അച്ഛൻ വായനശാലയിൽ പോയിരിക്കുവാ. മാഷ് വരുമ്പോൾ തന്നെ ഞാൻ പറയാം. ഇനിയിപ്പോൾ മാഷിക്കിത് കേട്ടാൽ ഇരിപ്പുറക്കില്ല. ചിലപ്പോൾ ഈ രാത്രി തന്നെ വരാൻ വാശി പിടിച്ചെന്നിരിക്കും. അതൊന്നും വേണ്ടമ്മേ, നാളെ പകല് വന്നാൽ മതി. രാത്രിയിൽ അച്ഛനെയും കൊണ്ട് ധൃതി വെച്ച് അമ്മ വരാനെന്ന് നിൽക്കണ്ട, ഗായു കരുതലോടെ പറഞ്ഞു. ശരി മോളെ,
സന്തോഷമായിട്ടിരിക്കും. അച്ഛനും അമ്മയും നാളെ രാവിലെ വരാം പറഞ്ഞുകൊണ്ട് ശ്യാമള കോൾ കട്ട് ചെയ്തു. മോള് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. അമ്മ അപ്പോഴേക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ശരിയമ്മേ. ഗീതയോട് പറഞ്ഞുകൊണ്ട് ഗായു മുകളിലേക്കുള്ള പടികൾ ഓടിക്കയറാൻ തുടങ്ങിയതും ഗീത വന്നവളെ വട്ടം പിടിച്ചു. അതെ, ഇനിയിപ്പോൾ ഇങ്ങനെ ഓടിച്ചാടിയുള്ള പോക്കൊന്നും വേണ്ട. പതിയെ സാവധാനം മതി. അറിയാലോ, ഒറ്റയ്ക്കല്ലിപ്പോ, ഉള്ളിലൊരാൾ കൂടിയുണ്ട്. ഗീത സ്നേഹത്തോടെ പറഞ്ഞതും ഗായത്രി ഇടം കണ്ണിട്ട് മഹിയെ നോക്കി. പിന്നെ തല കുലുക്കിക്കൊണ്ട് മെല്ലെ മുകളിലേക്ക് നടന്നു. പിന്നാലെ നടക്കാൻ തുടങ്ങിയ മഹിയെ ഗീത അവിടെ പിടിച്ചു നിർത്തി. അവള് ചെറിയ കുട്ടിയാ, കാര്യങ്ങളൊന്നും ഒരു അറിവുണ്ടാവില്ല. നീ വേണോ എല്ലാം പറഞ്ഞു കൊടുക്കാൻ, കേട്ടോ? ശരിയമ്മേ, ഞാൻ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളാം, പോരെ? അവരുടെ താടിത്തുമ്പിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ശരി ശരി. നേരിയതിന്റെ തുമ്പെടുത്ത് ഇടുപ്പിലേക്ക് കുത്തിക്കൊണ്ട് ഗീത ഉമ്മറത്തേക്ക് തന്നെ നടന്നു. ശേഷം പൂജാമുറി വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ട് ഗായത്രിക്കൊരു ജ്യൂസും തയ്യാറാക്കി. ആ സമയം മുറിയിലെ ബെഡിലിരിക്കുവാണ് ഗായത്രി. അവളുടെ മടിയിൽ തലവെച്ച് മഹിയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ അതരങ്ങൾ അവളുടെ വയറിലേക്ക് പതിയുന്നുണ്ട്. അച്ഛനിൽ നിന്നും കുഞ്ഞിന് കിട്ടുന്ന ആദ്യ ചുംബനം. സത്യം പറയല്ലോ ഗായു, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല താൻ ഇത്ര ഹാപ്പിയായി അക്സെപ്റ്റ് ചെയ്യൂന്നേ. പെട്ടെന്ന് മഹിയത് പറഞ്ഞതും ഗായു കാര്യം മനസ്സിലാവാതെ അവനെ നോക്കി. മഹിയേട്ടൻ എന്തായി പറഞ്ഞു വരുന്നത്? അങ്ങനെ അല്ലടോ, തനിക്ക് കുറെ ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നതല്ലേ? പഠിത്തം, അത് കഴിഞ്ഞ് ജോലി, പിന്നെ കുറച്ചുനാൾ അടിച്ചു പൊളിച്ച് നടക്കണം, അങ്ങനെയൊക്കെ. ഇതിപ്പോ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രഗ്നൻസി ആയിരുന്നില്ലേ? എന്തിനേറെ പറയുന്നു, നമ്മൾ പോലും എക്സ്പെക്ട് ചെയ്തതല്ലല്ലോ. നമ്മൾ എക്സ്പെക്ട് ചെയ്തതല്ലെങ്കിൽ പോലും എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും മുകളിലാണ് ഈ കുഞ്ഞ്. നമ്മുടെ ജീവന്റെ തുടിപ്പല്ലേ മഹിയേട്ടാ ഇത്? ഈ കുഞ്ഞ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ആഗ്രഹവും സ്വപ്നവും എല്ലാം. കണ്ടില്ലെന്ന് വെക്കാനാവൂ എനിക്ക്? ഗായു പതിഞ്ഞ സ്വരത്തിൽ മെല്ലെ മന്ത്രിക്കും പോലെ മഹിയോട് ചോദിച്ചതും അവന്റെ ഉള്ളിൽ മെല്ലെ തണുപ്പ് പടരുന്നത് മഹി അറിഞ്ഞു. അവൻ അവളുടെ മടിയിൽ നിന്ന് തലയുയർത്തി മെല്ലെ ഗായുവിന്റെ അതിരങ്ങളിലേക്ക് ഒന്ന് അമർത്തി ചുംബിച്ചു. കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് ആ ചുംബനം അവളും സ്വീകരിച്ചു. തുടരും. കഥ ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് വേണേ.